പ്രിയപ്പെട്ടവരെ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. 5 അംഗ കുടുംബം റിയാദിലൊരു കുടുസ് മുറിയിൽ അകപ്പെട്ട് ഇവിടെ കഴിഞ്ഞുകൂടിയതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഫോളോ ചെയ്തവർക്ക് ആ സംഭവത്തെക്കുറിച്ച് അറിയാം. തിരുവനന്തപുരം സ്വദേശികളാണ് ആ കുടുംബം. അതിൽ ഒരു 3 കുട്ടികളുണ്ട്. കുട്ടികളെന്ന് പറയാൻ കഴിയില്ല, അവരിപ്പോൾ മുതിർന്നിട്ടുണ്ട്. ഒരാൾക്ക് 25 വയസ്സ്, ഒരാൾക്ക് 20 വയസ്സ്, ഒരാൾക്ക് 16 വയസ്സ്. പക്ഷേ മുതിർന്നിട്ടും അവർ മാനസികമായി മുതിർന്നിട്ടില്ല. അപ്പോൾ അവരെ ഇവിടെ നിന്ന് സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ട് രക്ഷിച്ച് നാട്ടിലേക്ക് അയക്കാൻ നേരത്ത് ആ കുട്ടികൾ പറഞ്ഞത് ഞങ്ങളുടെ പൂച്ചകളെ കൂടി നാട്ടിലേക്ക് അയക്കാൻ സഹായിക്കണമെന്നാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതം എന്ന് പറയുന്നത് ആ പൂച്ചകളുമായിട്ടുള്ളതായിരുന്നു. കാരണം അവർക്ക് സമൂഹമായിട്ട് ആരുമായിട്ട് ഇടപഴകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവർ നാട്ടിലേക്ക് ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിലൂടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അവരിനി എങ്ങനെയാണ് ഈ ഭാവിയെ അഭിമുഖീകരിക്കുക? അതൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഇത് ഫേസ്ബുക്കിലും പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ 10 വർഷമായിട്ട് ഇവിടുത്തെ ഇവിടെ ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ടല്ലോ, ഇവരാരും എന്താ ഇത് അറിയാതെ പോയത്, ഇന്ത്യൻ എംബസി അറിയാതെ പോയതെന്ത്, ഇവരെ രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് അയക്കാൻ ആരും ശ്രമിക്കാതിരുന്നത് എന്നൊക്കെ ചോദിച്ചു. സമീപപ്രവർത്തകർ ഇത് അറിയണ്ടേ? ഇങ്ങനെ ഒരു 10 വർഷമായിട്ട് ഇവർ കഴിഞ്ഞു കൂടുന്നത് ഇവരാരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി ഇടപെട്ട, ഇതിന് നേതൃത്വം നൽകിയ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാട് എന്നോട് പറഞ്ഞതാണ്, ഇതേപോലെ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം ആർക്കും ഒന്നും ചെയ്യാനാവാത്ത, നമ്മൾ നാടൻ പ്രയോഗത്തിൽ പറഞ്ഞാൽ അളിക്കാനും വയ്യ മൂടാനും വയ്യ എന്നൊരവസ്ഥയിൽ എത്തിച്ചേരുന്നത് വരെ നിൽക്കാതെ അതിനുമുമ്പ് ഈ രക്ഷപ്പെടാനുള്ള സാധ്യമായ മാർഗങ്ങൾ അവലംബിക്കാൻ ഇവരെ ഈ കുടുംബങ്ങൾ ജാഗ്രത പാലിച്ചാൽ ഈ കുട്ടികൾ ഇപ്പോൾ നാളെ ഭാവിയുടെ മുന്നിൽ ചോദ്യചിഹ്നമായി മാറുന്ന ഈ ദുരവസ്ഥ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിലേക്ക് ആളുകൾക്ക് ഒരു സന്ദേശം നൽകണം, അങ്ങനത്തെ ഒരു അവബോധം ആളുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമായതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ മുന്നിൽ കണ്ടത് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനൊരു വീഡിയോ പങ്കുവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഷിഹാബ് കൊട്ടുകാടിൻ്റെ നേതൃത്വത്തിൽ ഈ സാമൂഹിക പ്രവർത്തകർ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്. കാരണം ഒരുപാട് പേര് ഇവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് ഈ സമൂഹത്തിൽ. പ്രവാസത്തിലേക്ക് വന്നിട്ട് യഥാസമയം ഇഖാമ പുതുക്കാൻ കഴിയാതെ മറ്റും പെട്ടുപോയവർ, അങ്ങനത്തെ ഒരു ദാരുണമായ അവസ്ഥയിൽ എത്തിപ്പെടുന്നവർ. മുമ്പൊക്കെ വിസ തട്ടിപ്പിന് ഇരയായി അല്ലെങ്കിൽ ഹൗസ് മെയ്ഡ് വിസ ഇതിലൊക്കെ വന്ന് ഇവിടെ കുടുങ്ങിപ്പോകുന്ന ആളുകളായിരുന്നു. ഇപ്പോൾ ആടുജീവിതം നമുക്കറിയാമല്ലോ, നല്ല ജോലി എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു ആടുജീവിതത്തിലേക്ക് എത്തിപ്പെട്ടവർ. അങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് രക്ഷപ്പെടുത്തി അയച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഈ കുടുംബ വിസയിൽ വന്ന് ഇവിടെ, എന്നാൽ പിന്നീട് ഇഖാമ പുതുക്കാൻ കഴിയാതെ ഇവിടെ കുടുങ്ങി പോകുന്ന ആളുകൾ, അതാണ് ഇപ്പോൾ പുതിയൊരു ട്രെൻഡ്. ആ അവസ്ഥയാണ് ഇപ്പം ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഈ 10, 20, 15 ഒക്കെ വർഷമായിട്ട് ഇവിടെ കുടുങ്ങി പോകുന്നവർ. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഈ ഒരു ചെറിയ ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ ഈ പ്രവാസിക്ക് തോന്നും തൻ്റെ കുടുംബത്തെ കൂടി കൊണ്ടുവന്ന് ഒപ്പം താമസിപ്പിക്കാമെന്ന്. കാരണം ലൈഫ് വേണ്ടേ എന്നാണ് ചോദിക്കുക. ഒരു ലൈഫിന് വേണ്ടി ഇവരെ കുടുംബത്തെ കൊണ്ടുവന്ന് താമസിപ്പിക്കും. പക്ഷേ അവരിവിടെ വന്നു കഴിയുമ്പോൾ അതുവരെ ഉള്ള പോലെ ആയിരിക്കില്ല പിന്നീട് ജീവിത ചെലവേറും. പിന്നെ ഈ ആശ്രിത ലവിയും ഉള്ളത് കൊണ്ട് ലവിക്കും വലിയൊരു തുക വേണം. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം, അപ്പോൾ പിന്നെ ഫ്ലാറ്റ്, അങ്ങനെ ചിലവ് വളരെ വളരെ കൂടും. അപ്പോൾ ഇത് താങ്ങാൻ പറ്റാതെ പോകും. ചിലപ്പോൾ ഒരു വർഷം ഇഖാമ പുതുക്കാൻ കഴിയാതെ പോകും. ഒരു വർഷം ഇഖാമ പുതുക്കാൻ കഴിയാതെ പോയാൽ ഒരു 4-5 അംഗ കുടുംബത്തിനൊക്കെ 20,000 റിയാലിന് മുകളിൽ ഒരു വർഷം ഇഖാമ പുതുക്കാൻ വേണ്ടി വരും. ആ പൈസ ഇല്ലാതെ പോകുമ്പോൾ ആ വർഷം പുതുക്കാൻ കഴിയില്ല. പിറ്റേ വർഷമാകുമ്പോൾ തലേ വർഷത്തെ ഈ 20,000 അടുത്ത വർഷത്തെ 20,000 കൂടെ ചേർന്നിട്ട് വലിയൊരു തുക മുന്നിൽ, അത് ചിലപ്പോൾ താങ്ങാൻ കഴിയാതെ, അങ്ങനെയാണ് ഈ ഇഖാമ പുതുക്കാൻ കഴിയാതെ ഓരോ വർഷം പിന്നിട്ട് അവസാനം ഈ 10 വർഷവും ഒക്കെ കടന്നു പോകുന്നത്. ഈ ഒരു അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന് പുറമെ ഫ്ലാറ്റിന് വാടക യഥാസമയം കൊടുക്കാതെ വരും. അപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി വിടുന്നൊരവസ്ഥ ഉണ്ടാവും. തെരുവിലാകുന്ന, അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ തെരുവിലായിട്ടുണ്ട്. ഈ ഒരു പ്രവണത ഇപ്പം നിലനിൽക്കുന്നുണ്ട്. ഇത് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ആളുകൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. അത് അവലംബിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ ആരെങ്കിലുമൊക്കെ കുടുംബങ്ങൾ വന്ന് കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ സാമൂഹിക പ്രവർത്തകരും എംബസിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് യഥാസമയം തന്നെ, ഇപ്പോൾ ഈ 10 വർഷമൊന്നും ആകാൻ നിൽക്കണ്ടല്ലോ, ഈ 2-3 വർഷമാകുമ്പോൾ തന്നെ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ ആ സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ തേടിയിട്ട്, ഇപ്പോൾ ഈ കുടുംബങ്ങൾക്ക് പിന്നെ ഇങ്ങനെ പിഴ ഒക്കെ വന്നാലും
അവർക്ക് അതല്ലാതെ തന്നെ എക്സിറ്റൊക്കെ അടിച്ചിട്ട് നാട്ടിൽ പോകാനുള്ള സംവിധാനങ്ങളുണ്ടെന്നാണ് ഷിഹാബ് വെട്ടുകാരനെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ പറയുന്നത്. അപ്പോൾ അവരെ യഥാസമയം ഈ സാമൂഹ്യ പ്രവർത്തകർക്ക് ബന്ധപ്പെട്ട ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഒരു 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 സന്ദേശം ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്ന സാമൂഹിക സംഘടനകളൊക്കെ ഇത് ഒരു ദൗത്യമായി ഏറ്റെടുക്കേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ എൻ്റെ അറിവിൽ അതുപോലെ ഷിഹാബ് വെട്ടുകാട് അതുപോലെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ പറഞ്ഞിട്ടുള്ള വിവരങ്ങളും വെച്ച് ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്. അത് ഈ ആശ്രിത വിസയിൽ, ഫാമിലി വിസയിൽ വന്നവർ മാത്രമല്ല, അതിനുശേഷം വിസിറ്റ് വിസയിൽ വന്നവരും ഒക്കെ ഇങ്ങനെ കുടുങ്ങിക്കിടപ്പുണ്ട്. ഒരുപാട് പേര് നിയമ ലംഘരായി കഴിയുന്നുണ്ട് എന്ന് സാമൂഹ്യ പ്രവർത്തകരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇതിന് രക്ഷപ്പെടാൻ എന്താണോ സാധ്യത അത് ഏറ്റവും ആദ്യ അവസരം തന്നെ രക്ഷപ്പെട്ടു പോയാൽ ഇപ്പോൾ ആ 3 കുട്ടികളെ പോലെ മുതിർന്നിട്ടും കുട്ടികളായി തന്നെ തുടരേണ്ട അവസ്ഥ, നാളെ ഭാവിയുടെ മുന്നിൽ ചോദ്യചിഹ്നമായി ചോദ്യചിഹ്നമായി നിൽക്കേണ്ട ഗതികെട്ട അവസ്ഥ ഉണ്ടാകാതെ സമൂഹത്തെ, കുടുംബങ്ങളെ ഒക്കെ രക്ഷിക്കാൻ കഴിയും.